ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അശ്വതി കമ്പനിയിൽ ജോലിക്ക് കയറിയതിനു ശേഷം അശ്വതിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഫയലുകളൊക്കെ നോക്കാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ അതിലെ ചില കൃത്രിമങ്ങളൊക്കെ കണ്ടെത്തുകയാണ് അശ്വതി. അത് വർമ്മയെയും ഐശ്വര്യയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു സ്റ്റാഫ് അവിടെ നിൽക്കുന്നു. അവർ പറയുന്നുണ്ട്, ഇത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയാണ്, സാർ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന്. എന്നാൽ ഇതൊക്കെ കേട്ട ശേഷം ഐശ്വര്യ പറയുന്നുണ്ട്, ജാസ്മിൻ, സുമലത ഇവിടുത്തെ പഴയ സ്റ്റാഫാണ്, വസുന്ധരാമ നിയമിച്ചതാണ്, ഇതുവരെ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഇത് കേട്ട് സുമലത പറയുന്നുണ്ട്, കണ്ടോ, ഐശ്വര്യ മേഡത്തിന് ബുദ്ധിയുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മാഡം. ജാസ്മിൻ പറയുന്നു, ശരിയാകാം, പക്ഷേ ഈ കണക്കിൽ ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. മാഡം, ഇതിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാണ്, ഇത് ഞാൻ സഹിക്കില്ല എന്ന് സുമലത എന്ന സ്റ്റാഫ് പറഞ്ഞപ്പോൾ വീണ്ടും ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ സത്യമാ പറഞ്ഞത്. ഐശ്വര്യ ഇത് കേട്ടിട്ട് പറയുന്നു, ജാസ്മിൻ ഇനി അക്കൗണ്ട് ചെക്ക് ചെയ്യണമെന്നില്ല, മറ്റു ജോലികൾ ചെയ്താൽ മതി, ജാസ്മിൻ പൊയ്ക്കോളൂ. ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ വർമ്മ പറയുന്നുണ്ട്, പോകാൻ വരട്ടെ എന്ന്. സർ, അത് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ സുമലത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട്, നിർത്ത്, സംസാരിച്ചത് മതി, ഈ കുട്ടി പറയട്ടെ. എന്താ ജാസ്മിന്റെ പ്രശ്നമെന്ന് വർമ്മ ചോദിച്ചപ്പോൾ ആ കണക്കിലെ കൃത്രിമത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. 10,26,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക്. അത് പിറ്റേ ദിവസം തന്നെ രൂപം മാറി അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതേ തോമസിന് ഇതേ ഡേറ്റിൽ വീണ്ടും ഒരു റെഡി ക്യാഷ് കൊടുത്തെന്ന് ഇതിലൊരു എഴുതിയിട്ടുണ്ട് അക്കൗണ്ട്. അത് സാർ ഒന്ന് നോക്കെന്ന് പറഞ്ഞ് വർമ്മയെ അത് കാണിക്കുകയാണ് ജാസ്മിൻ എന്ന അശ്വതി. ടെൻഷനോടെ സുമലത എന്ന സ്റ്റാഫ് നിൽക്കുന്നു. ഐശ്വര്യയും ടെൻഷനിൽ തന്നെയാണ്. അദ്ദേഹം സുമലതയോട് ചോദിക്കുന്നുണ്ട്, ഈ തുക എവിടെ പോയതാണെന്ന്. സാർ, ഞാൻ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് സുമലത. അതെ, പക്ഷേ ഈ 10,26,000 രൂപ സുമലത എന്താ ചെയ്തത്? സത്യം പറ, ഈ തുക സുമലതയുടെ അക്കൗണ്ടിലേക്കാണോ അതോ മറ്റേതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ സുമലത പറയുന്നു, അത് ക്ലറിക്കൽ എററാവൂന്ന്. ഇത്രയും രൂപ ക്ലറിക്കൽ എററാവോ? ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കമ്പനി ലോസിൽ പോകാൻ പ്രധാന കാരണം ഇതുപോലത്തെ തിരിമറികളാണ്. സീറ്റിലേക്ക് പോയിക്കോളൂ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യട്ടെ. ഈ തിരിമറി മനസ്സിലായാൽ നിങ്ങൾ ആ സീറ്റിൽ ഉണ്ടാവില്ല, ഓർത്തോ എന്ന് പറഞ്ഞിട്ട് വർമ്മ ആ ഫയലുമായി പോകുന്നു. സുമലതയും പോകുന്നുണ്ട്. അച്ഛാ, സുമലത കള്ള ഒന്നും ചെയ്യില്ല, എന്നോട് വലിയ സ്നേഹമാണെന്ന് ഐശ്വര്യ. ഇത് കേട്ട് വർമ്മ പറയുന്നുണ്ട്, ഓ സുമലത, അപ്പോ നിന്നെ ശരിക്കും പുകഴ്ത്തുന്നുണ്ടല്ലേ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവര് പുകഴ്ത്തുന്നതേ അവരുടെ കാര്യം കാണാനാണ്. ഇനിയെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടാവണം. പിന്നെ അശ്വതിയോട് പറയുന്നു, ജാസ്മിൻ എന്നാണ് പേര് അല്ലേ? ഐശ്വര്യ, ഈ ജാസ്മിനെ കണ്ടുപിടിക്കുക, പഠിക്കുക, പുതിയ സ്റ്റാഫാണ്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള കൂറ് കണ്ടില്ലേ? ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാഫാണ്, മനസ്സിലായോ? ജാസ്മിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് വർമ്മ പറയുന്നുണ്ട് ജാസ്മിനോട്. താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഐശ്വര്യയോട് വർമ്മ പറയുന്നു, അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്യണം, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റരുത്. എല്ലാ കാര്യത്തിനും ഐശ്വര്യയുടെ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. പിന്നെ ജാസ്മിൻ ഐശ്വര്യയ്ക്ക് നല്ലൊരു സഹായിയാണ്, വിട്ട് കളയണ്ട എന്നും വർമ്മ പറയുന്നു. എന്നാൽ ഐശ്വര്യയ്ക്കത് ഇഷ്ടമായില്ല. ജാസ്മിൻ അവൾ വന്ന് കയറുന്നതിന് മുമ്പ് ഗോൾ അടിച്ചു കളഞ്ഞു, ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളെ കൂടുതൽ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ ഞാനാണ് ചെറുതാകുന്നത് എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സംഗീത ഓഡിയേഷനിൽ പങ്കെടുക്കാൻ ശ്യാമ എത്തിയിരിക്കുന്നു. അവിടെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് അഖിലും ശ്യാമയും. ശ്യാമ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ടെൻഷനോടെ നോക്കുന്നുണ്ട്. എന്താണെന്ന് അഖിൽ ചോദിച്ചപ്പോൾ, അല്ല, നമ്മൾ വിചാരിച്ചതിനേക്കാൾ മത്സരം ടഫാണെന്ന് തോന്നുന്നു, മത്സരിക്കാൻ വന്നവരാണ് അവരെല്ലാം എന്ന് തോന്നുന്നു, അവരെ തന്നെ കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല തയ്യാറെടുപ്പിലാണ്. എന്നാൽ അഖിൽ പറയുന്നു, ആ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടാണോ? ഡ്രസ്സിലും ആഡംബരത്തിലും ഒന്നും അല്ല കാര്യം, ആ ഫ്ലോറിലെ പെർഫോമൻസ്, അതിലാണ് കാര്യം. പെർഫോമൻസ് എങ്ങനെ ഗംഭീരമാക്കാം, താൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, താൻ ധൈര്യമായിട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടി അഖിൽ പോകുന്നു. ഈ സമയം അവിടേക്ക് കാറിൽ മറ്റൊരു സ്ത്രീ എത്തുന്നുണ്ട്, കൂടെ അവരുടെ മകളും. മാനസ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇത് അവരെ കണ്ടിട്ട് മറ്റൊരു അമ്മയും മകനും പറയുന്നുണ്ട്, മാനസ മത്സരത്തിനുണ്ട്, ഇവരിത് കലക്കും. അവരെ കണ്ടിട്ട് എല്ലാവരും അവരോട് സംസാരിക്കുന്നുണ്ട്, വലിയ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇതെല്ലാം ശ്യാമയും അഖിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ മാനസ എന്ന കുട്ടി നന്നായിട്ട് പാടുന്നതാണെന്ന് തോന്നുന്നു. അവരെല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. മ്യൂസിക് കോമ്പറ്റീഷനിലെ കണ്ടസ്റ്റൻസും പേരൻസും ആണല്ലേ. ഞാൻ മഹിമ, ഇത് എൻ്റെ മകൾ മാനസ, ഇവളും കോമ്പറ്റീഷന് വന്നതാണ്. ഇനി മുന്നോട്ട് നമ്മൾ ഒന്നിച്ചു പോകാനുള്ളതല്ലേ, പരസ്പരം പരിചയപ്പെടാമെന്നും പറയുന്നു. അങ്ങനെ അവരെല്ലാം പരിചയപ്പെടുന്നുണ്ട്. അഖിലിനെയും ശ്യാമയും അവർ കാണുന്നു. അവരുടെ അടുത്തേക്ക് മാനസയും അമ്മയും പോകുന്നു. കോമ്പറ്റീഷന് വന്നതാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. മഹിമ,
അതെ ഞാൻ അഖിൽ, ഇത് എൻ്റെ ഭാര്യ ശ്യാമ. ഇയാളെ മ്യൂസിക് കോമ്പറ്റീഷന് വന്നതാണോ എന്ന് മഹിമ ചോദിക്കുന്നു. അതെ എന്ന് ശ്യാമ. ശ്യാമയുടെ ഡ്രസ്സൊക്കെ നോക്കുകയാണ് അവർ. വേറെ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലേ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. ഈ വേഷത്തിലാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നും ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഇത് കണ്ടപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരണമെന്ന് തോന്നി. ഇതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ? ഇതിൽ മേക്കപ്പിനും ഡ്രസ്സിനും സൗന്ദര്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ടി വിയിലൂടെ ലോകം കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇവിടെയുള്ള കണ്ടസ്റ്റൻസും കാണിക്കണ്ടേ? ശ്യാമ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഗവൺമെൻറ് ജോബ് എന്ന് മഹിമ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അല്ല വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു മ്യൂസിക് ട്യൂഷൻ ഉണ്ട്. അല്ല അഖിൽ എന്ത് ചെയ്യുന്നു എന്ന് അവർ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട്. പറയാൻ തുടങ്ങിയപ്പോൾ ഫോൺ കോൾ വന്നു. ആ കടയിൽ ചെന്നാൽ മതി, ഇന്ന് ഞാൻ ലീവാണ്, വെണ്ടയ്ക്ക പുതിയ ലോഡ് വന്നിട്ടില്ല, അമരയ്ക്ക പുതിയതാണ് എന്നൊക്കെ പറയുന്നത് ഇവർ കേൾക്കുന്നു. പച്ചക്കറി ബിസിനസ്സാണോ എന്നൊരു പുച്ഛത്തോടെയാണ് അവർ ചോദിക്കുന്നത്. ആ ചെറിയൊരു ഷോപ്പുണ്ട് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ മഹിമ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ മതി എന്ന് പറഞ്ഞ് മാനസയും കൂട്ടി അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു. ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന മ്യൂസിക് ഷോയാണെന്നാണ് വിചാരിച്ചത്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ നാട്ടിൽ പച്ചക്കറി നടത്തുന്നവരും തട്ടുകടക്കാരനും ഒക്കെയാണ് മത്സരിക്കുന്നത്. എൻ്റെ മകൾ മാനസ പ്ലേബാക്ക് സിംഗർ അനുരാധ മാമിൻ്റെ പ്രിയ ശിഷ്യാണ്. അപ്പോൾ അറിയാലോ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എന്നെ മഹിമ പറഞ്ഞപ്പോൾ മാനസ പറയുന്നു, എന്തായാലും കൾച്ചറലിസ്റ്റ് ആയ ചുറ്റുപാടിൽ വന്ന് മത്സരിക്കാൻ വന്നില്ലേ, ഇനി മത്സരിക്കാൻ നിവർത്തിയില്ലല്ലോ. ഞാൻ ചാനൽ ഹെഡിനെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ ലോക്കൽസിനെയൊക്കെ പാടാൻ കയറ്റുക എന്ന് വെച്ചാൽ എന്താ അവരുടെ ഉദ്ദേശം എന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് മകളെയും കൂട്ടി മഹിമ പോകുന്നു. ഇതെല്ലാം ശ്യാമയും അഖിലും കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവർക്ക് നല്ല വിഷമമുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, ഇതിന്റെ വാശി തീർക്കേണ്ടതേ ആ ഫ്ലോറിലാണ്. ഈ പച്ചക്കറിക്കാരന്റെ ഭാര്യ ആരാണെന്ന് ഇവർക്കൊക്കെ ശ്യാമ കാട്ടിക്കൊടുക്കണം. എൻ്റെ ശ്യാമ ആരാണെന്ന് ഇന്ന് ഇവരറിയും, അത് അറിയിക്കണം, ഓക്കെ എന്ന് മകൾ ശ്യാമയോട് പറയുന്നുണ്ട്. അങ്ങനെ ഷോ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമായി പാടാൻ എത്തിയിരിക്കുന്നത് മാനസ തന്നെ. മാനസ എന്ന ആ കുട്ടി നന്നായിട്ടാണ് പാടുന്നത്. എന്തായാലും മാനസ പൊളിച്ചു, നമുക്കിനി മാർക്കിലേക്ക് പോകാമെന്നൊക്കെ അങ്കർ വന്ന് പറയുന്നുണ്ട്. GK സാറ് പറയുന്നു, മാനസ നന്നായിട്ട് പാടി, വേറെ കുറവുകളൊന്നും പറയാനില്ല, എന്നാലും ആ പല്ലവിയുടെ ഭാഗത്ത് കുറച്ചുകൂടി വൃത്തിയാക്കാമായിരുന്നു. മനസ്സിലായി സാർ, ശ്രദ്ധിക്കാമെന്ന് മാനസയും. മാനസയ്ക്ക് ഞാൻ തരുന്നത് 8 മാർക്കെന്ന് GK സാറ് പറയുന്നു. ഇനി അടുത്തത് രേണുക എന്ന ജഡ്ജസാണ് പറയുന്നത്. മാനസ നന്നായിട്ട് പാടി. പിന്നെ എടുത്ത് പറയേണ്ടത് മാനസയുടെ കോസ്റ്റ്യൂംസ് ആണ്, വെരി ഗുഡ്. അതിനെപ്പറ്റിയും അവർ സംസാരിക്കുന്നു. മാനസയ്ക്ക് ആ മേഡം കൊടുത്തത് 7 മാർക്കാണ്. ഇനി വിജിതമ്പി സാറാണ്. കുട്ടിയുടെ പാട്ട് നന്നായി. പിന്നെ GK പറഞ്ഞതുപോലെ പല്ലവിയിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കൊടുത്തത് 7 മാർക്ക്. അങ്ങനെ 22 മാർക്കാണ് മാനസയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ പെർഫോമൻസിൽ ഏറ്റവും ഉയർന്ന മാർക്കാണ് മാനസ കീഴടക്കിയിരിക്കുന്നത്. എല്ലാവരും നല്ല കയ്യടി തന്നെയാണ് മാനസയ്ക്ക് കൊടുക്കുന്നത്. മാനസയും സന്തോഷത്തിൽ തന്നെയാണ്. ഇത് കണ്ട് ചില കാര്യങ്ങളൊക്കെ അഖിൽ ശ്യാമയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അടുത്തത് പാടാനായിട്ടിരിക്കുന്നത് ശ്യാമ തന്നെയാണ്. ശ്യാമയെ അങ്കർ വിളിക്കുന്നു. ശ്യാമ പാടാൻ കയറിയപ്പോൾ ദേഷ്യത്തോടെയാണ് മഹിമയും മാനസയും നോക്കി നിൽക്കുന്നത്. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന പാട്ടാണ് ശ്യാമ പാടുന്നത്. ശ്യാമയുടെ ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടുന്നത് കേട്ടിട്ട് മാനസയ്ക്കും മഹിമയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല. പാട്ട് തീർന്ന ഉടൻ തന്നെ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നു. ആങ്കർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, വാവ് അടിപൊളി, ശ്യാമ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു, ഒന്നും പറയാനില്ല. പിന്നെ ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.